നീ ആ മെയിലും ചെക്ക് ചെയ്തേ. ഞാൻ നോക്കാം. കഴിഞ്ഞ തവണ ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിയതാ. 6 മാസം കൂടി ആയില്ല, അപ്പോഴേക്കും ഇതിന്റെ ലെൻസും മങ്ങി ഫ്രെയിമും ഡാമേജ് ആയി. പക്ഷെ അമ്മയുടെ കണ്ണട ഇപ്പോഴും എത്ര പെർഫെക്റ്റാ. ഞങ്ങള് കൊച്ചിക്കാർക്കേ കണ്ണട എന്നാൽ അത് ജെസൽ ഒപ്റ്റിക്കൽസാ. മറ്റെന്തും വാങ്ങും പോലെ കണ്ണട വാങ്ങാമെന്ന ധാരണ നീ മാറ്റണം. ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ പാരമ്പര്യം, വിശ്വാസ്യത ഇതെല്ലാം പ്രധാനമാണ്. എന്റെ അച്ഛനാണ് എന്നെ ജെസൽ ഒപ്റ്റിക്കൽസിൽ ആദ്യമായി കൊണ്ടുപോയത്. മോളെ ഞാൻ കൊണ്ടുപോകാം. പക്ഷെ എല്ലാ ബ്രാൻഡുകളും അവിടെ കിട്ടുമോ? 2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജെസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജെസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജെസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മൗലാന ആസാദ് ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് KB സലാം ഉദ്ഘാടനം ചെയ്തു. കൊച്ചി പ്രദേശത്തെ ഗ്രന്ഥശാലകളും സാംസ്കാരിക കൂട്ടായ്മകളും വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച NK ലത്തീഫ്, മൂലംകുഴി ഭാസ്കരൻ എന്നിവരെ മൗലാന ആസാദ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് KB സലാം ഉദ്ഘാടനം ചെയ്തു. ആചരിക്കുമ്പോൾ തന്നെ വായന വാരാചരണവും അതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ആ ഒരാഴ്ച വാരാചരണമാണ്. എല്ലാ ഗ്രന്ഥശാലകളിലും വായനശാലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് നടന്നു വന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മൗലാന ആസാദ് ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം ഒരു വായനാ ദിനത്തിൽ മാത്രം അല്ലെങ്കിൽ വായനാ വാരാചരണത്തിൽ മാത്രം വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഒരു വായനശാലയോ ഗ്രന്ഥശാലയോ അല്ല. ഒരാഴ്ചയിൽ ചിലപ്പോൾ 2-3 പരിപാടികൾ നമ്മുടെ ലൈബ്രറി കേന്ദ്രീകരിച്ച് നടക്കും. അത്തരത്തിൽ കുട്ടികളെ കൂടുതൽ വായനയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് മൗലാന ആസാദ് ലൈബ്രറി. വളരെ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന കൊച്ചിയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ് മൗലാന ആസാദ് ലൈബ്രറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, ഇന്ന് വായന ഒരിക്കലും മരിക്കില്ല. അത് പലരും അങ്ങനെ വായന മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് വായന മരിച്ചുകൊണ്ടിരിക്കുന്നത്? വായന മരിക്കില്ല. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം വായന ഇങ്ങനെ പല രൂപത്തിലായിട്ട് ചിലപ്പോൾ മാറുകയും പുസ്തകങ്ങളെ. ലൈബ്രറി പ്രസിഡന്റ് NKM ഷെരീഫ് അധ്യക്ഷനായി. KK കുഞ്ഞച്ചൻ, CS ജോസഫ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്കായി പത്രപാരായണ മത്സരം നടന്നു. മുൻ കൗൺസിലർ സീനത്ത് റഷീദ്, MB മുഹമ്മദ് സഗീർ, CM ഇബ്രാഹിം കുട്ടി, സുനിത ഫൈസൽ എന്നിവർ സംസാരിച്ചു. ഹന്നത്ത് ഉബൈസ്, ഹൗല ഷാസാദി, സൂഫിയ PS, മുഹസീൻ KG, മുസാഫിർ, സഹദ് ബിൻ ഷിഫാസ് എന്നിവർ മത്സരത്തിൽ വിജയികളായി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.